ഒഴിവു ദിവസം നോക്കി അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു. ഇത്രയും ദിവസം ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ഈ മാതിരി പണി ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അന്ന് തന്നെ അങ്ങോട്ട് ചെയ്തു പോയാൽ പോലെ ഞാൻ ചോദിക്കുന്ന ആളാണ്. നമ്മൾ ആവശ്യമില്ലാത്തൊരു കാര്യത്തിൽ ചാട്ടി പിടിക്കാറില്ലല്ലോ. നിങ്ങൾക്ക് അതിന് ചെയ്താൽ അത് ക്ലിയർ ആവുള്ളൂ. ഈ രണ്ട് സൈഡും കട്ട വിരിച്ച നേരത്തെ ഇത് സംസാരിച്ചാണെന്ന്. അപ്പൊ ഇവിടെ സ്ലോപ്പ് ആക്കി തരാന്ന് പറഞ്ഞേക്കണതാണ് ഈ സൈഡ്. എന്നിട്ട് കാണിച്ചു വെച്ചേക്കണണ്ട. ഇത്ര മാത്രം ചെയ്തു വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഇത് ചെയ്യാനാ? പൈപ്പ് ലൈൻ റോഡിലെ മരണക്കണി, ആളെ കുഴിയിൽ വീഴ്ത്തുന്ന അശാസ്ത്രീയ റോഡ് പണി. ആലുവ കുന്നത്തേരി പൈപ്പ് ലൈൻ റോഡിൽ നിർമ്മല സ്കൂൾ കഴിഞ്ഞ ഭാഗം മുതൽ ചൂർണിക്കര പഞ്ചായത്തിലെ 6-12 വാർഡുകളിലെ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം മരണക്കെണിയാകുന്നു. സ്ഥിരം വാഹനാപകടങ്ങൾക്ക് കാരണമാകുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയുമില്ല. അശാസ്ത്രീയമായ റോഡിന് നിർമ്മാണം മരണക്കെണിയാകുമെന്നുള്ള ആശങ്കയിലാണ് നാട്ടുകാർ. റോഡിന്റെ ഇരുവശത്തുള്ള പണി പൂർത്തിയാക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ജനങ്ങളുടെയും വാഹനങ്ങളുടെയും യാത്രക്ക് ഭീഷണിയാകുന്നു. ഒരു യാത്രക്കാരൻ ഇത്തരം അപകടങ്ങളിൽപ്പെട്ട് ജീവൻ നഷ്ടമാകാതിരിക്കുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമായിരിക്കും. റോഡിന്റെ വശങ്ങൾ ഉയരത്തിൽ നിൽക്കുന്നതിനാൽ മറ്റു വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോഴായിരിക്കും അപകടം സംഭവിക്കുക. രാത്രിയിലാണ് കൂടുതൽ അപകടമുണ്ടാകാൻ സാധ്യതയെന്ന് നാട്ടുകാർ പറയുന്നത്. ഒരു മഴ പെയ്താൽ റോഡിന്റെ വശങ്ങളിലിടുന്ന മണ്ണ് വെള്ളത്തിൽ ഒലിച്ചു പോകുമെന്നും നാട്ടുകാർ പറയുന്നു. ഇത്തരത്തിലുള്ള നിർമ്മാണം പല ഭാഗങ്ങളിലും അപകടങ്ങളിൽപ്പെട്ട് മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായ വാഹനാപകടം നിത്യസംഭവമായി മാറുമെന്നും നാട്ടുകാർക്ക് ആശങ്ക. ഈ കട്ട വിരിക്കുന്നത് ഇതുകൊണ്ട് ഈ റോഡിന് എന്താണ് പ്രയോജനമുള്ളത്? ഇത് എത്ര പ്രാവശ്യം നമ്മൾ അധികാരികളുടെ കണ്ണിൽപ്പെടുത്താൻ വേണ്ടി ആവശ്യപ്പെട്ടതാണ്. ഇവിടെയും അവരങ്ങനെ മാത്രം ചെയ്തു വെക്കുന്നാ പറയണത്. ഇവിടെ മുതൽ അത് കറക്റ്റ് ചെയ്ത് പോയാലേ റോഡ് നീറ്റ് ആവുള്ളൂ. അത് അവിടെ സ്ലോപ്പാക്കി തരാന്ന് അന്ന് പറഞ്ഞതാണ്. ഓഫീസില് അന്ന് നിങ്ങൾ സംസാരിച്ചിട്ടില്ലേ? ഓഫീസിൽ നമ്മളിവിടെ പറ്റൂലെന്ന് പറഞ്ഞതാണ്. അല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റായിരിക്കാം, അല്ലായിരിക്കാം നിങ്ങളുടെ കാര്യം. ഇതിങ്ങനെ വെച്ചിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് എത്ര ദിവസം നിൽക്കും? അല്ല, ഇതിങ്ങനെ കിടക്കുമ്പോ ഇത് അവിടെ അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഇവിടെ ഇത് ചെയ്തു വെച്ചിട്ട് കാര്യമുണ്ടോ? അതന്നെ, അത് നിന്റെ കയ്യിൽ നിന്നൊന്നുമല്ല, അത് ഞമ്മക്കറിയാം. ഒരുപാട് ഏരിയ ഒന്നും വന്നില്ലല്ലോ. അവർക്ക് നമ്മുടെ ബുദ്ധിമുട്ടറിയാൻ പാടില്ലല്ലോ. ഈ ആൾക്കാരുടെ പോണ ബുദ്ധിമുട്ടറിയാൻ പാടില്ല. ഇതിലെ എവിടെ മോലുള്ള വണ്ടികൾ വരുന്ന ഏരിയ എന്നറിയാമോ? അല്ല, നിങ്ങൾ നേരത്തെ ആ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോ അത് ഓഫീസിലൊന്ന് പറയണമായിരുന്നു. എന്ത് തീരുമാനമോ? തിങ്കളാഴ്ച പോയിട്ട് ഇതിപ്പോ എത്ര മാസങ്ങളായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ആളുകൾക്ക് പോകണ്ടേ? എന്തൊരു കഷ്ടപ്പാടത്. അല്ല, നിങ്ങൾ അന്ന് പറഞ്ഞത് ഈ സൈഡ് സ്ലോപ്പാക്കി തരാന്ന് എന്നോട് പറഞ്ഞു ഇല്ലേ? ഇവിടെ സ്ലോപ്പാക്കി തരാന്ന് പറഞ്ഞാണ്. തുടർന്ന് നാട്ടുകാർ ആലുവ MLA അൻവർ സാദത്തിനെ ഫോണിൽ കൂടി ബന്ധപ്പെടുകയും റോഡിന്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം MLAയെ ധരിപ്പിക്കുകയും ചെയ്തു. MLAയുടെ ഉറപ്പിന്മേൽ നാട്ടുകാർ റോഡ് നിർമ്മാണം തടയുന്നതിൽ നിന്നും പിന്മാറി. ന്യൂസ് 95 കേരളയ്ക്ക് വേണ്ടി ദൃശ്യങ്ങൾ പകർത്തിയത് ബുഷറ, ആലുവ.